അസുരരാജ്ഞിയായുള്ള ശൂർപ്പകി ഓർത്തു തൻ്റെ മനസ്സില്. ഉടുക്ക് നിലത്ത് വെക്കാൻ പാടില്ല എന്ന് ഐതിഹ്യം, അവിശ്വാസം. ഉടുക്ക് നമ്മൾ എവിടെയെങ്കിലും വെക്കുമ്പോൾ ഒന്നുകിൽ പുല്ലുപായ പായ എന്തെങ്കിലും വെച്ചിട്ട് വേണം വെക്കാൻ. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള ഒരു വാദ്യോപകരണമാണ് ഈ ഉടുക്ക്. കൈവിരലുകൾ കൊണ്ട് കൊട്ടുന്ന ഉടുക്കിന് 7 താളമേ ഉള്ളൂ. ഈ 7 താളത്തെ കലാകാരൻ്റെ ഉടുക്കുവാദ്യ കലാകാരൻ്റെ കഴിവിനനുസരിച്ച് ഇരട്ടിയും ചുരുക്കിയുമായിട്ട് ഏതാണ്ട് ഒരു 10-64ഓളം താളത്തിൽ കൊട്ടാൻ കഴിയും. വള്ളുവനാടൻ സാംസ്കാരിക വേദി നന്ദനാർ സാഹിത്യ പുരസ്കാര സമർപ്പണവും അനുസ്മരണത്തോടനുബന്ധിച്ച് വള്ളുവനാടിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മികച്ച കലാകാരന്മാരെ ആദരിക്കുക എന്ന ഒരു പതിവ് കൂടിയുണ്ട് എല്ലാ കാലത്തും. ഈ വർഷവും പ്രമുഖരായ വള്ളുവനാട്ടിലെ കലാകാരന്മാർ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 4ഓളം പേരെ ആദരിക്കുന്നു. അക്കൂട്ടത്തിൽ ഒരാളാണ് ബഹുമാന്യനായ ബാലകൃഷ്ണൻ എരവിമംഗലം. അയ്യപ്പൻപാട്ട് എന്ന ശാസ്താംപാട്ട് കലാരൂപത്തെ വള്ളുവനാട്ടിൽ എന്നല്ല കേരളത്തിലെ തന്നെ മികച്ച മേഖലകളിലേക്ക് എത്തിക്കുവാനും അതിൻ്റെ സംഘാടകനായും പുസ്തക രചയിതാവായും ഒക്കെ പ്രവർത്തിച്ച് മികച്ച പ്രവർത്തനം നടത്തി വരുന്ന ശ്രീ ബാലകൃഷ്ണൻ എരവിമംഗലത്തെ ആണ് ഞങ്ങൾ ഇത്തവണ ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ ഇത്തരത്തിലുള്ള കലാകാരന്മാരെ ചേർത്ത് വെക്കാൻ ആദരിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷം ആദ്യമേ പങ്കുവയ്ക്കും. എൻ്റെ വീട് എരവിമംഗലം, എൻ്റെ പേര് ബാലകൃഷ്ണൻ. ഞാനിത് ആദ്യം പഠിക്കാൻ തുടങ്ങുന്നത് പുലാമന്തോലുള്ള ഒരു നാരായണൻ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ കീഴിലാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല. അദ്ദേഹം മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിക്കുമ്പോൾ ഇരുന്ന് കണ്ടും കേട്ടും അങ്ങനെയാണ് കുറേ അധികം പഠിച്ചിട്ടുള്ളത്. പിന്നീട് മറ്റ് പല കാര്യങ്ങൾക്കും വഴികൾക്കും വേണ്ടി അങ്ങനെ പോവുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇതിനൊരുപാട് ചടങ്ങുകളുണ്ട്. ഈ അയ്യപ്പൻ മളക്കുന്ന കലാരൂപത്തിന് പാട്ടും കൊട്ടിനും പുറമെ കൊട്ടാനൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങുകൾ പഠിപ്പിക്കുകയാണ് കൂടുതൽ ഇന്നെ ചെയ്തത്. അതിന് പ്രത്യേക കാരണം വെച്ചാൽ ഞാൻ നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. വള്ളുവനാട്ടിൽ നായർ സമുദായം, മുന്തിയ നായർ സമുദായക്കാർ അയ്യപ്പൻ മളക്ക് പഠിക്കാറില്ല. അങ്ങനെ അയ്യപ്പൻ മൾക്ക് നായന്മാർ പഠിക്കാത്തൊരു കാലത്ത് ഈ വിളക്കത്തറ നായർ എന്ന് പറയുന്ന സമുദായത്തിൻ്റെ താഴെയുള്ള ആളുകളെ പഠിക്കാറുള്ളൂ. അപ്പോൾ ആ കാലത്ത് ആണ് എന്നോട് അദ്ദേഹം പൂജാതി കർമ്മങ്ങളും അതിൻ്റെ മറ്റ് കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി പറയുകയും ആ മേഖലയിലാണ് ഞാൻ കൂടുതൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉടുക്കിൽ 10-64 താളങ്ങളോളം കൊട്ടാനുണ്ട്. അത്രയും താളങ്ങളൊന്നും മുഴുവനായി ഗൃഹസ്ഥമായി എനിക്ക് കൊട്ടി പാടാൻ അറിയില്ല, ഒരു വസ്തുതയാണ്. എങ്കിലും ഇപ്പോൾ നടക്കുന്ന അയ്യപ്പൻ മളക്ക് പരിപാടികളിലൊക്കെ പോകാറുണ്ട്. സ്ഥിരമായി ഒരു ടീം എനിക്കില്ല. കാരണം അഖില കേരള ശാസ്താംപാട്ട് കലാകാര സമിതി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിക്കുകയും 2000-ൽ ഞാൻ അതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് കേരളത്തിൽ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, വടകര അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഈ പളക്ക് സംഘങ്ങളുമായി ബന്ധപ്പെടുകയും അതിനുവേണ്ടി അവരൊപ്പം പോവുകയും അങ്ങനെ പല ടീമുകളിലും പോയിട്ട് അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ അയ്യപ്പൻ മളക്ക് കലയെ പറ്റി ഒരു പ്രബന്ധം അവതരിപ്പിച്ച് സംസാരിക്കുകയും 2 പുസ്തകം അതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട്. ഫോക്ലോർ അക്കാദമിയിലെ കീഴിൽ ചില പരിപാടികൾക്ക് പോയിട്ടുണ്ട്. അതേമാതിരി ഈ ടൂറിസം വകുപ്പിൻ്റെ ഈ ആഘോഷ പരിപാടികളിൽ അയ്യപ്പൻ പാട്ടല്ലാത്ത പാട്ടുകളുമായി ഈ ഉടുക്കുവാദ്യമായിട്ട് പോയിട്ടുണ്ട്. അതങ്ങനെ പല ജില്ലയിലും വയനാട്, മലപ്പുറം, പാലക്കാടൊക്കെ പല ജില്ലകളിലും പിന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ യൂണിവേഴ്സിറ്റിയിലും അക്കാദമിയിലൊക്കെ പോയി അവതരിപ്പിച്ചതിൻ്റെ ഫോട്ടോ ഇപ്പോൾ ഫോക്ലോർ അക്കാദമിയിൽ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആണ് ഈ മേഖലയിലേക്ക് ഈ സംഘടന വന്നതിന് ശേഷമാണ് കൂടുതലായി ഇതിൽ വന്നുള്ളത്. ഇന്നിപ്പോൾ കലാകാരന്മാരുടെ സംഘടനയിൽ ഉടുക്കുവാദ്യ കലാകാരന്മാർക്ക് പെൻഷനും ക്ഷേമനിധിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഈ സംഘടന കൊണ്ടുണ്ടായ ഗുണമാണ്. അതിപുരാതനമായ ഒരു കലയാണ് അയ്യപ്പൻ മളക്ക്. ഈ ഉടുക്കുവാദ്യം കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് അയ്യപ്പൻ മളക്കിനാണ്. ഏതാണ്ട് ഇതിനൊരു കാലഗണന പറയാൻ കഴിയില്ല. വാമൊഴിയായി പരമ്പരാഗതമായി തുടർന്നു വരുന്ന ഒരു കലാരൂപമാണ്. ഏതാണ്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയൊരു കലാരൂപമാണ് അയ്യപ്പൻ മളക്ക്. ഇത്രയും അധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന കൂട്ടമായിട്ടുള്ള ഒരു കലാസംഭവം പരിപാടി എവിടെയും വേറെ ഉണ്ടായതായി അറിവില്ല. ഏതാണ്ട് അറിഞ്ഞിടത്തോളം കിട്ടിയ വിവരം വെച്ച് ഒരു 400 കൊല്ലത്തെ പഴക്കമേ ഇതിന് പറയാൻ കഴിയുള്ളൂ. പക്ഷേ അതിന് എത്രയോ മുമ്പ് ഉള്ളതാണ് ഈ അയ്യപ്പൻ വിളക്ക്. ഇതിന് ഉടുക്കുവാദ്യം ഉപയോഗിച്ച് അയ്യപ്പൻ പാട്ട് മാത്രമല്ല മറ്റ് പല പാട്ടുകളും പാടും. രാമായണം കഥ ഉണ്ട്, ഭാഗവതമുണ്ട്, മഹാഭാരതമുണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള പാട്ടുകൾ ഏതും പാടാം ഉടുക്കുതാളം ഉപയോഗിച്ച്. പക്ഷേ ഉടുക്ക് എന്ന് പറയുന്നത്
വളരെ പ്രാചീനമായ, കാരണം കലിയുഗ ആരംഭത്തിൽ തന്നെ ഉള്ള ഒരു വാദ്യോപകരണമാണ് ഈ ഉടുക്ക്. പരമശിവൻ താളത്തിന് ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ്. ഈ ഉടുക്ക് അദ്ദേഹത്തിന് സമ്മാനിച്ചത് നാരദ മഹർഷിയാണ്. ഇതിന് താളം ഉണ്ടാക്കിയത് ദുർവാസാവ് മഹർഷി. അത്രയും പാരമ്പര്യമുള്ള ഒരു വാദ്യ ഉപകരണമാണ് ഉടുക്ക്. അയ്യപ്പൻ മൽക്ക എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പൻ്റെ ചരിത്രം കൊട്ടിപ്പാടുന്നതാണ്, ആ അവതാര കഥ പാടുന്നതാണ് ഇതിൽ പ്രധാന ഭാഗം. പിന്നെ സന്ദർഭോചിതമായി ചില പാട്ടുകളുണ്ടാവും, ഭഗവതിയെ സ്തുതിക്കുന്നതും. അതോടൊപ്പം വാവർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം കൂടി ഈ അയ്യപ്പൻ മൽക്കിൽ പ്രധാനമായി വരുന്നുണ്ട്. അദ്ദേഹം അയ്യപ്പസ്വാമിയുടെ ഒരു സുഹൃത്തായിട്ടാണ് രണ്ടുപേരും കൂടി ശബരിമലയിൽ പോയി കുടികൊള്ളുന്ന ഒരു ഭാഗമാണ്. അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് ഒരു വ്യാപാരത്തിന് വേണ്ടി കേരളത്തിൽ വരികയും പന്തളം രാജാവിൻ്റെ മകനായി അയ്യപ്പൻ താമസിക്കുന്ന കാലത്ത് ഈ വാവരുമായി കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം ഇവിടുന്നുള്ള സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ അറബ് രാജ്യത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചുങ്കം കൊടുക്കാതെ തന്നെ അതുവരെ കൊണ്ടുവരുന്നത്. അതിനുശേഷം അയ്യപ്പനായിട്ട് കണ്ടുമുട്ടുമ്പോൾ ചുങ്കം കൊടുക്കാതെ കൊണ്ടുപോകുന്നത് അയ്യപ്പൻ തടയുകയും അതിന് വാക്കുതർക്കം ഉണ്ടാവുകയും അവർ യുദ്ധം ചെയ്യുകയും ആർക്കും ജയപരാജയം ഇല്ലാതെ വന്നപ്പോൾ അവർക്കൊരു ഉൾവിളി തോന്നുകയാണ്. രണ്ടാളും ഒരു അച്ഛൻ്റെ മകനാണെന്നും അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ പോരടിക്കരുത്, സൗഹൃദമായി ഇവിടെ കഴിയണം. അങ്ങനെ അയ്യപ്പനും വാവരും രണ്ടാളും അച്ഛൻ്റെ മകനായി ഇന്ന് അവർക്ക് ഒരു ഉൾവിളി ഉണ്ടാവുകയും അതനുസരിച്ച് അവർ സുഹൃത്തായി. അയ്യപ്പൻ വാവരോട് പറയുന്നു, നീ താഴെ കുടികൊണ്ടോ, തന്നെ കണ്ടിട്ടാണ് എന്നെ കാണാൻ ഭക്തർ വരൂ എന്ന് പറഞ്ഞ് അയ്യപ്പൻ ശബരിമലയുടെ മുകളിലും കുടികൊള്ളുകയാണ്. ഈ അയ്യപ്പൻ്റെ അവതാരം ഉണ്ടാകാൻ കാരണം സ്ത്രീ പ്രസവിച്ചുണ്ടാകുന്ന ആരെ കൊണ്ടും കൊല്ലാൻ, തന്നെ വധിക്കാൻ കഴിയില്ല എന്ന് വരം നൽകി കിട്ടിയിട്ടുള്ള ഒരു മഹിഷാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ദേവന്മാരടക്കം ഭയപ്പെട്ടു. അങ്ങനെയാണ് പരമശിവനും മഹാവിഷ്ണുവിനും കൂടി ഒരു പുത്രൻ ജനിക്കുന്നത്. മഹാവിഷ്ണു ഒരു മോഹിനിയുടെ വേഷം ധരിച്ചു വരികയും ആ മോഹിനിയിൽ പരമശിവൻ ആകൃഷ്ടനാവുകയും അവർ തമ്മിൽ ഇതിൽ ബന്ധപ്പെടുകയും അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ മായാമോഹിനിയിൽ ഗർഭം ധരിക്കുകയും പ്രസവിച്ച് ഉണ്ടാവുന്ന കുട്ടിയാണ് അയ്യപ്പൻ. അങ്ങനെ സ്ത്രീ പ്രസവിക്കാതെ ഉണ്ടായ ഒരു കുഞ്ഞ്, അത് കാരണം ഈ മഹിഷാസുരനെ വധിക്കാൻ കഴിയുകയും ആ മഹിഷാസുര വധത്തിൽ ഈ വാവരുടെ സഹായം ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കഥയുടെ ഒരു രത്നചുരുക്കം. ഈ അയ്യപ്പൻ വിളക്കിന് കൊട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ഉടുക്ക്. ഉടുക്ക് ഉണ്ടാക്കുന്നത് പ്ലാവിൻ്റെ കാതൽ കൊണ്ടാണ് പ്രധാനമായും. അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കൊട്ടുന്ന ഈ ഭാഗത്തെ ചവ്വ് ഉപയോഗിച്ചായിരുന്നു മുമ്പ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ചവ്വ് കിട്ടാറില്ല, ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഉപയോഗിച്ചാണ്. ഇതിന് മായ എന്നോ അല്ലെങ്കിൽ ആകാശം എന്നോ ഉള്ള പ്രതീകമാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഈ വളയത്തിന് ചന്ദ്രവളയം എന്ന് പറയും. മുഖഭാവം സൂര്യവളയവും ബാക്ക് ഭാഗം ചന്ദ്രവളയങ്ങളാണ്. ഈ ചന്ദ്രവളയങ്ങളെ ഭൂമിയുമായി ബന്ധിപ്പിക്കുകയാണ്. ഭൂമിയാണ് ഈ ഉടുക്ക് എന്നതിൻ്റെ ഈ ഭാഗം. ഇതിന് നടുക്കൊരു തുള ഉണ്ടാവും, അതിൻ്റെ ശബ്ദം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ചവ്വ് വെച്ച് ഇതിനെ കെട്ടിമുറുക്കി ഉണ്ടാക്കുന്നതാണ് ഉടുക്ക്. ഈ നൂല്, ഇത് കെട്ടാൻ ഉപയോഗിക്കുന്ന നൂല് ബ്രഹ്മാവിൻ്റെ പൂണൂൽ എന്ന സങ്കല്പം. അങ്ങനെ മൊത്തം പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രതീകമാണ് ഉടുക്ക്. പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ അത്രയും ആണ് ഉടുക്ക്. ഉടുക്ക് നിലത്ത് വെക്കാൻ പാടില്ല എന്നാണ്, ഉടുക്ക് നിലത്ത് വെക്കാൻ പാടില്ല എന്ന് ഐതിഹ്യം, അവിശ്വാസം. ഉടുക്ക് നമ്മൾ എവിടെയെങ്കിലും വെക്കുമ്പോൾ ഒന്നുകിൽ പുല്ലുപായ പായ എന്തെങ്കിലും വെച്ചിട്ട് വേണം വെക്കാൻ. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള ഒരു വാദ്യോപകരണമാണ് ഈ ഉടുക്ക്. അപ്പോൾ വളരെ പവിത്രമായി കൊണ്ടു നടക്കുന്ന ഒന്നാണ്. പ്രപഞ്ചോൽപ്പത്തിയിൽ ആദ്യത്തെ വാദ്യോപകരണമാണ് ഉടുക്ക്. പിന്നീടാണ് ഇടയ്ക്ക ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിശ്വാസം. അങ്ങനെയാണ് ഈ ഉടുക്ക്. പ്ലാവിൻ്റെ കാതൽ കൊണ്ടാണ് ഈ
ഉടുക്ക് നിർമ്മിക്കുന്നത്. ഉടുക്ക് എന്ന് പറഞ്ഞാൽ കൈ വിരലുകൾ കൊണ്ടാണ് ഉടുക്ക് കൊട്ടുക. കൈ വിരലുകൾ കൊണ്ട് കൊട്ടുന്ന ഉടുക്കിന് 7 താളേ ഉള്ളൂ. ഈ 7 താളത്തെ കലാകാരൻ്റെ ഉടുക്കുവാദ്യ കലാകാരൻ്റെ കഴിവിനനുസരിച്ച് ഇരട്ടിയും ചുരുക്കിയുമായിട്ട് ഏതാണ്ട് ഒരു 10-64ഓളം താളത്തിൽ കൊട്ടാൻ കഴിയും. ഇടയ്ക്കൊക്കെ കോലുകൊണ്ടാണ് ഇടയ്ക്ക കൊട്ടുക. ഇടയ്ക്ക കൈ കൊണ്ട് കൊട്ടാൻ പറ്റില്ല. ഇത് കോലുകൊണ്ട് കൊട്ടാനും പാടില്ല. ഇത് കൈ വിരൽ കൊണ്ടാണ് കൊട്ടുക. ഇതിന് രൂപം, ഏകം, രൂപം, ചൂഴാരി ഒക്കെ പറഞ്ഞിട്ടുള്ള താളങ്ങളാണ് ഉള്ളത്. 4-ാം താളം, മുത്താളം, 4-ാം താളം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുറന്താളങ്ങളാണ്, മറ്റ് താളങ്ങളല്ല. അപ്പോൾ കൂടുതൽ ഈ അയ്യപ്പൻ വിളക്കിനൊക്കെ പുറന്താളങ്ങൾ കൊട്ടാറുള്ളൂ. പുറന്താളങ്ങളാണ് കൊട്ടുക. മറ്റേ താളങ്ങളൊന്നും അധികം കൊട്ടാറില്ല. അതിനുള്ള സമയം കിട്ടില്ല. ഇതിലിപ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ കല പഠിക്കാൻ ആളില്ല എന്നുള്ള. പുതിയ തലമുറ ഇതിലേക്ക് വരുന്നില്ല. 2 കാരണമുണ്ട്. ഒന്ന്, ഇത് കാണാതെ കൊട്ടും പാട്ടും കാണാതെ പഠിക്കണം. ഒരു അയ്യപ്പ ചരിതം കഥ എന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൂർ സമയം, മിനിമം 6 മണിക്കൂർ സമയം പാടേണ്ട പാട്ട് കാണാതെ പഠിക്കണം. നോക്കി പാടാൻ പറ്റൂല. അതുകൊണ്ട് ഈ രംഗത്തേക്ക് ഇത് പഠിക്കാൻ ആൾ വരുന്നില്ല. ഒന്നത്. രണ്ടാമത്, വളരെ കുറഞ്ഞ പൈസയ്ക്കാണ് ഈ വിളക്കിന് പോയാൽ കിട്ടുള്ളൂ. ഏതാണ്ട് ഒരു 22 ആൾ, ചെറിയ വിളക്കാണെങ്കിൽ 22 ആൾ ജോലി ഒരു 3 ദിവസം, 2 രാത്രിയും 2 പകലും ജോലി ചെയ്യണം. അതിന് കിട്ടുക വളരെ കുറഞ്ഞ പൈസയാണ്. സംഖ്യ ഇപ്പോൾ ഇവിടെ പറയാമെന്ന് പറഞ്ഞാലും ഇതല്ല എന്നുള്ളതുകൊണ്ട് പറയുന്നില്ല. ഇപ്പോഴത്തെ കൂലി കണക്കാക്കിയിട്ടുള്ള ആളുകൾ. പിന്നെ വെള്ളുവനാട്ടിൽ മിക്കവാറും ആളുകൾ ഈ മേഖലയിലുള്ള ഒരു തൊഴിലാളികളാണ്, സാധാ ജോലിക്ക് പോയി ജീവിക്കുന്ന ആളുകൾ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. പുതിയ തലമുറ ഇതിന് തീരെ വരാത്തത് ഇത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ്. ഇത് എങ്ങനെയായാലും ഒരു 2, 3, 4 പാട്ട് കൊട്ടിപ്പാടി പാവണമെങ്കിൽ ഒരു വർഷമെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ കഴിയില്ല. അത് തക്കൊരു ആശാന്റെ കീഴിലിരുന്ന് എങ്കിലേ പഠിയുള്ളൂ. അതുകൊണ്ട് ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് കൂടുതൽ ആളുകളും ഈ രംഗത്തേക്ക് വരുന്നു. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഈ ഉടുക്കുവാദ്യക്കാർ മുമ്പത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. നല്ലൊരു ടീം എന്ന് പറയാൻ ഇപ്പോൾ വളാങ്കുളത്താണുള്ളത്. പാവായിക്കര ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ആശാന്മാരൊക്കെ മരണപ്പെട്ടു പോയതിനു ശേഷം ഒരു നല്ല ടീം എന്ന് പറയില്ല. പിന്നെ എടത്തനാട്ടുകര, തുവ്വൂർ, അങ്ങാടിപ്പുറത്ത് ഒരു ചെറിയ ടീമുണ്ട്. അല്ലാതെ മലപ്പുറം ജില്ലയിൽ പിന്നെ ഉള്ളത് കോട്ടക്കൽ, പരപ്പനങ്ങാടി, കുറ്റിപ്പുറം ആ ഭാഗങ്ങളിലാണ്. പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ കുറച്ച് പ്രഗത്ഭ ടീമുകൾ പിന്നെ ഉള്ളത്. നെല്ലായ ഉണ്ണികൃഷ്ണൻ ആശാണ് പ്രഗത്ഭൻ. ഇപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ഫോക്ലോർ അവാർഡൊക്കെ കിട്ടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ടീമിലാണ് കൂടുതലായിട്ടും ഞാൻ പോകാറുള്ളത്. പിന്നെ ഒഴിവ് കിട്ടുമ്പോൾ ഇതിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ കുറേ ടീമുണ്ട്. പുഞ്ചപ്പാടം മുത്തു, പനവണ്ണ മുത്തു ഒക്കെ പറഞ്ഞിട്ട് പാലക്കാട് ജില്ലയിലുണ്ട്. അതിൽ പ്രഗത്ഭ ഒരു ടീമെന്ന് പറയാൻ ഇപ്പോൾ നിലവിൽ ഈ വെള്ളുവനാട്ടിൽ ഉണ്ണികൃഷ്ണൻ ആശാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കവിച്ച് വെക്കാൻ പറ്റാവുന്ന ഒരു ആശാന്മാരിപ്പല്ല. അപ്പോൾ ആ നിലയിൽ ഈ വെള്ളുവനാട്ടിൽ വിളക്കിൻ്റെ ടീമുകൾ ഇപ്പോൾ കുറേ ഉണ്ട്. വെളുത്തൂർ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അങ്ങനെ പല ടീമുകളുണ്ട്. നല്ല സംഘടനാ വർക്ക് എന്ന് പറഞ്ഞപ്പോൾ മുമ്പത്തെ അപേക്ഷിച്ച് വളരെ ക്ഷീണത്തിലാണ്. കാരണം ഇതിലുള്ള കലാകാരന്മാർ ഒത്തുകൂടാൻ വളരെ വിമുഖത കാണിക്കുന്ന ആളുകൾ. കാരണം ഒരാൾ പഠിച്ച കാലം മറ്റൊരാൾ വശപ്പെടുത്തുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായ അവരൊരു സംശയം. ഓരോരുത്തരുടെ രീതി ഓരോ മാതിരിയാണ്. അതുകൊണ്ട് ഒത്തുകൂടൽ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടന ഇപ്പോൾ 2-3 സംഘടന ഈ പല ഭാഗത്ത് ഓരോ ഗ്രൂപ്പായി മാറി. ഇപ്പോൾ തൃശ്ശൂർ ആസ്ഥാനമായിട്ടാണ് ഒരു രാജേഷ് എന്ന് പറഞ്ഞ ഒരാളും അന്നമനാട് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളും കൂടിയാണ് ഇപ്പോൾ കൊണ്ടുനടക്കുന്നത്. അവരിപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ വീട്ടിൽ വന്ന് എന്നെ ആദരിക്കുക പോലൊക്കെ ഉണ്ടായി. അപ്പോൾ വിളക്കിൻ്റെ പൊതുവെ മൊത്തത്തിലൊരു ഏകീകൃത സ്വഭാവം ഇല്ല. അതുകൊണ്ട് സംഘടന മുമ്പത്തെ അപേക്ഷിച്ച്, മുമ്പത്തെ സംഘടന എന്ന് പറഞ്ഞാൽ ഏകീകൃത സ്വഭാവം ഉണ്ടാകാൻ കഴിവുള്ള ആളുകളും ഉണ്ടായിരുന്നു, അന്ന് നടക്കും ചെയ്തിരുന്നു. ഇപ്പോൾ അതുപോലെ പിന്നെ അതിൽ പല ഘടകങ്ങളും വന്നു. സംഘടന പിളരാൻ 2-3 കാരണങ്ങളുണ്ട്. അതിൽ രാഷ്ട്രീയമുണ്ട്, പലതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ട്. അതാത് പ്രാദേശികമായിട്ട് ഓരോ സംഘടനകളായിട്ട് നടക്കുന്നു. ഇടയ്ക്ക് സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നിലയിൽ പോകുന്നു. ശാസ്താം പാട്ട് എന്ന് പേര് അയ്യപ്പൻ പാട്ടിന് വരാൻ കാരണം തെക്കം വഴിക്ക് തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ടൊക്കെ ശാസ്താം പാട്ട് എന്നാണ് ഇതിന് പറയുക. ഇവിടെ മലബാറിലേക്ക് ഇങ്ങോട്ട് വന്ന അയ്യപ്പൻ പാട്ടാണ്. സംഭവം 2 ഒന്ന് തന്നെയാണ്. ഈ ശാസ്താവും അയ്യപ്പനും സത്യത്തിൽ 2 രണ്ടാണ്. ശാസ്താവ് എന്നുള്ളത് നേരത്തെ ഉള്ളതാണ്. അയ്യപ്പൻ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അവതാരം ചെയ്ത് ആ അവതാര ഉദ്ദേശം കഴിഞ്ഞപ്പോൾ ശബരിമല ശാസ്താവിൽ പോയി ലയിക്കുകയാണ്. ഈ പന്തള രാജാവിന് മക്കളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആണ് ഈ പരമശിവൻ ഈ കുട്ടികളെ പമ്പാ തീരത്ത് കൊടുന്ന് കിടത്തുന്നതും അങ്ങനെ പന്തള രാജാവ് നായാട്ടിന് പോകുമ്പോൾ ഈ കുട്ടിയെ കിട്ടുന്നതും ആ കുട്ടിയെ വളർത്തി വലുതാക്കി അങ്ങനെ പന്തള രാജാവ് കൊട്ടാരത്തിൽ എല്ലാ വിദ്യകളൊക്കെ പഠിപ്പിച്ച് അങ്ങനെയാണ് ഈ അയ്യപ്പൻ്റെ കഥ വരുന്നത്. അങ്ങനെ അയ്യപ്പന് പന്തള രാജാവിന് വീണ്ടും ഒരു കുട്ടി കൂടി ജനിക്കുകയും അപ്പോൾ ഈ മണികണ്ഠനെ അയ്യപ്പനെ പന്തള രാജാവാക്കാൻ വേണ്ടി പിന്നെ ശ്രമം നടക്കുകയും അപ്പോൾ 2ാമത്തെ കുട്ടിയാണ് ഒറിജിനൽ രാജാവിലുള്ള കുട്ടി എന്നുള്ളതുകൊണ്ട് അതിനെ രാജാവാക്കണം എന്ന് പറഞ്ഞിട്ട് കൊട്ടാരത്തിൽ ചില കുതന്ത്രങ്ങൾ നടക്കുകയും അങ്ങനെ രാജ്ഞിക്ക് അസുഖം ബാധിച്ച് കിടക്കുകയും വൈദ്യന്മാർ വന്നിട്ട് പുലിപ്പാലിന് മരുന്ന് കൊടുത്താലേ ഇത്
മാറുള്ളൂ എന്ന് പറയുകയും അങ്ങനെ പുലിപ്പാൽ കൊണ്ടുവരാൻ ആരും ഇല്ലാത്തൊരു സമയത്ത് അയ്യപ്പനെ പുലിപ്പാലിനായി കാട്ടിലേക്ക് അയക്കുകയും അപ്പോൾ പുലി പിടിച്ച് അയ്യപ്പൻ മരിച്ചോളും, അപ്പോൾ മറ്റേ കുട്ടിക്ക് എന്തായാലും രാജാവിൻ്റെ സ്ഥാനം കിട്ടുന്നുള്ള വിശ്വാസത്തിലിരിക്കുക. അങ്ങനെ അയ്യപ്പൻ കാട്ടിൽ പോയി പുലികളെയും കൂട്ടി പുലിപ്പാലുമായി വരികയും അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇത് അത്രയല്ല. അപ്പോൾ അയ്യപ്പൻ പറയാണ് എൻ്റെ അവതാര ഇവിടുത്തെ ഈ കൊട്ടാരവാസം കഴിഞ്ഞു, ഞാൻ ഇനി പോവുകയാണ്. അതിലിടയ്ക്കാണ് ഇപ്പോൾ ഈ വാവരേറ്റ് കണ്ടുമുട്ടലും ചങ്ങാത്തം കൂടലും. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് മഹിഷാസുരനെയും കൊന്ന് അങ്ങനെ ശബരിമലയിൽ പോയി വിലയം പ്രാപിക്കുക. കലിയുഗത്തിൽ പ്രധാനപ്പെട്ട ദൈവസങ്കല്പം മനുഷ്യരുടെ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും ദൈവം അസുരരാജ്ഞിയായുള്ള ശൂർപ്പകി ഓർത്തു തൻ്റെ മനസ്സില് അസുരവംശത്തിൻ വർധനയ്ക്കായി അസുരഗുരുവിനെ കണ്ടവൾ. ഗുരുപദേശം കേട്ട ശൂർപ്പകി ദിവ്യഗർഭം ധാരിച്ചുടൻ ദിവ്യഗർഭത്തിൽ ശൂർപ്പകിക്കു പിറന്ന പൈതലാം ശൂർപ്പകൻ. ദിവ്യനായി പിറന്നുള്ള ശൂർപ്പകൻ വിദ്യകളൊക്കെ പഠിച്ചുടൻ വിദ്യകളൊക്കെ പടിഞ്ഞ നേരത്തെ ഓർത്തവൻ മനതാരില് അമരരോടൊത്തു വാഴുവാനായി എന്തു വേണമെന്നു ചിന്തിച്ച് കാലാന്തകനെ സേവ ചെയ്യുകിൽ ചന്തമോടെ സാധിച്ചിടും. അതിനു വേണ്ടുന്ന വിദ്യയും പിന്നെ വായവും പഠിച്ചിടിനാൻ. വിദ്യകളൊക്കെ പടിഞ്ഞ നേരത്ത് എത്തി നീലിമല തന്നില് വിദ്യകളൊക്കെ പടിഞ്ഞ നേരത്തെ എത്തി നീലിമല തന്നില് അസുരരാജ്ഞിയായുള്ള ശൂർപ്പകി ഓർത്തു തൻ്റെ മനസ്സില് അസുരവംശത്തിൻ വർധനയ്ക്കായി അസുരഗുരുവിനെ കണ്ടവൾ. ഗുരുപദേശം കേട്ട ശൂർപ്പകി ദിവ്യഗർഭം ധാരിച്ചുടൻ ദിവ്യഗർഭത്തിൽ ശൂർപ്പകിക്കു പിറന്ന പൈതലാം ശൂർപ്പകൻ. ദിവ്യനായി പിറന്നുള്ള ശൂർപ്പകൻ വിദ്യകളൊക്കെ പഠിച്ചുടൻ വിദ്യകളൊക്കെ പടിഞ്ഞ നേരത്തെ ഓർത്തവൻ മനതാരില് അമരരോടൊത്തു വാഴുവാനായി എന്തു വേണമെന്നു ചിന്തിച്ച് കാലാന്തകനെ സേവ ചെയ്യുകിൽ ചന്തമോടെ സാധിച്ചിടും. അതിനു വേണ്ടുന്ന വിദ്യയും പിന്നെ വായവും പഠിച്ചിടിനാൻ. വിദ്യകളൊക്കെ പടിഞ്ഞ നേരത്ത് എത്തി നീലിമല തന്നില് വിദ്യകളൊക്കെ പടിഞ്ഞ നേരത്തെ എത്തി നീലിമല തന്നില്